अंजर के लिए वेम्बनाड झील का पानी सिर्फ रोजी रोटी का जरिया नहीं है, बल्कि कई मायनों में ये उनकी जिंदगी की कहानी है। एक सरकारी नाव सेवा चालक के तौर पर 48 साल का ये शख्स लगभग हर दिन इन जलमार्गों पर सफर करता है। सिर्फ इसलिए नहीं कि ये उसका काम है, बल्कि इसलिए भी कि ये उसके घर को बाहर की दुनिया से जोड़ते हैं। केरल के अलपुजा जिले के सबसे बड़े द्वीप पंचायत पेरुम्बलम में जन्मे और पले बढ़े अंजर लगभग 12,000 उन लोगों में से एक हैं जो इसे अपना घर कहते हैं। कई दशकों से यहाँ रहने वाले लोगों के लिए आने जाने का जरिया सिर्फ देशी नावें और फेरी ही थी। खासकर खराब मौसम में झील पार करना मुश्किलों से भरा और कभी कभी खतरनाक भी हो सकता है। अंजर की कहानी झील से ही शुरू हुई और आगे बढ़ी। वो खुशकिस्मत रहे, लेकिन उनके एक बेटे को जान गंवानी पड़ी। എന്റെയൊക്കെ കൊച്ചു കാലഘട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊച്ചുവഞ്ചിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ കൊച്ചുവഞ്ചിക്ക് പോയെന്ന് വെച്ചാൽ അന്ന് എമഹായൊന്നും വെക്കാത്ത സാധാരണ വഞ്ചി. ഇതിൻ്റെ അകത്ത് യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓളം വരുമ്പോഴും കാറ്റ് വരുമ്പോഴും മഴ വരുമ്പോഴൊക്കെ ഏതെങ്കിലും സൈഡിലേക്കൊക്കെ ഒതുക്കിയിട്ടിട്ട് ആണ് വഞ്ചിക്കാർ വെള്ളത്തിന്റെ ഏറ്റയിറക്കം അനുസരിച്ച് വഞ്ചി വെച്ചൊക്കെയാണ് എത്തിക്കുന്നത്. ചിലപ്പോൾ നിലവിളിച്ചിട്ടുണ്ട് ആൾക്കാർ. എന്നെ വഞ്ചിയിലാണ് പ്രസവിച്ചത്. എൻ്റെ മദർ ആസ്പത്രിക്ക് പോകുന്ന വഴിക്ക് വഞ്ചിയിലാണ് പ്രസവിച്ചത്. അതിലുപരി എൻ്റെ ഒരു കുട്ടി, ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷം എൻ്റെ ഒരു കുട്ടി പ്രസവിച്ച് ബോട്ടിൽ പോണ വഴിക്ക് തന്നെ ആള് പകുതി പ്രസവിച്ചു അങ്ങനെ മരിച്ചു പോയത് ഇവിടെയാണ്। मुश्किलों के बावजूद जिंदा रहने की ये कहानी सिर्फ अंजर की नहीं है। पेरुम्बलम में रहने वाले कई लोगों की कहानियां भी कुछ ऐसी ही हैं। ये कहानियां इलाज के लिए अस्पताल तक पहुंचने के लिए झील पार करने की मशक्कत करने और वक्त पर मुख्य भूमि पर पहुंचने से जुड़ी हैं। अगली फेरी या एम्बुलेंस बोट का इंतजार करने की कीमत सिर्फ यही लोग जानते हैं। कुछ लोग खुशकिस्मत रहे तो वहीं कुछ लोगों के लिए वो लम्हे अब उनकी दुखद यादों का हिस्सा हैं। ഈ ഒരു മേഖലയിലുള്ള ആൾക്കാർ അധികമായി ഈ യാത്രാക്ലേശം അനുഭവിക്കുന്ന ആൾക്കാരാണ്. അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് വെച്ചാൽ ഞാനൊരു ഓട്ടോ തൊഴിലാളി കൂടിയാണ്. ഇവിടെ നമ്മൾ ഓട്ടോ ഓടിക്കുന്ന സമയത്ത് തന്നെ നിരവധിയായ ഈ ഹാർട്ട് പേഷ്യൻ്റ് ആയിട്ടുള്ളത്, അത്യാവശ്യം ഈ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അക്കരെ മറുകരയിലേക്ക് എത്തിക്കേണ്ടതായിട്ടുള്ള പെട്ടെന്ന് ഹാർട്ട് പേഷ്യൻ്റ് വരുന്ന ആൾക്കാരെ നമ്മുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നു. അവിടുന്ന് പ്രാഥമിക ശുശ്രൂഷ കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും മറുകരയുള്ള ഹോസ്പിറ്റലിലേക്ക്, സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഇവരെ കൊണ്ടുപോകുന്ന സമയത്ത് നമുക്കറിയാം നമുക്ക് പാലമില്ല. നമ്മൾ കൊണ്ടുവന്ന ഈ ബോട്ട്, ആംബുലൻസ് ബോട്ട്, ആ ബോട്ട് കാത്തേക്കാൽ മറ്റു സർവീസ് ബോട്ട് കാത്തേക്കുന്ന സമയത്ത് നിരവധി പേര്, ഇപ്പോൾ എൻ്റെ ഈ 10-17 വർഷമായി ഞാൻ വണ്ടി ഇവിടെ ഓടിക്കുന്നു. ആ സമയത്ത് നിരവധി പേര്, 6-7 പേര് വാഹനത്തിൽ നിന്ന്, അതായത് വണ്ടിയിൽ നിന്ന് തന്നെ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്റെ പ്രസവത്തിനാണെങ്കിൽ എനിക്ക് ഭയങ്കര റിസ്ക് ആയിരുന്നു. വെള്ളം പോക്കും ബോട്ടില്ലാണ്ട് വന്ന് ഒത്തിരി ദുരിതങ്ങൾ, 2 പേര് പ്രസവിച്ചപ്പോഴും അതെ ആദ്യമായിട്ട് ഓടേണ്ട വന്ന ഓട്ടോ പോലും ഇല്ലായിരുന്നു. ഒത്തിരി ദുരിതങ്ങൾ. दिक्कत सिर्फ इतनी ही नहीं है, कई और भी जरूरतें हैं। आगे बढ़ने के मौके ढूंढना, नौकरी ढूंढना और शादी भी करना। झील पर पुल न होने से जिंदगी के हर पहलू में दिक्कतें आईं। ഇവിടുത്തെ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊണ്ടുപോകാനായിട്ട് പുറത്തുള്ള മാതാപിതാക്കൾക്കും ബുദ്ധിമുട്ട്. പിന്നെ അവിടുന്ന് പെൺകുട്ടികൾ ഇവിടെയുള്ള ആൺകുട്ടികൾക്ക് തരാനും ബുദ്ധിമുട്ട്. അതായത് അവർ പിന്നീട് വിരുന്ന് വരുമ്പോഴാണെങ്കിലും ഈ ബോട്ട് കിട്ടാത്ത അവസ്ഥ, കറക്റ്റ് നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയൊക്കെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയ ഒരു അവസ്ഥയിലൂടെയാണ് ഞങ്ങൾ കടന്നു പോയിട്ടുള്ളത്. 7 मार्च का दिन यहाँ के लोगों के लिए खास रहा। ये दिन उम्मीद लेकर आया कि यहाँ के लोगों की सारी परेशानियां अब बीते दिनों की बात हो गईं। दशकों तक ज्ञापन देने, विरोध प्रदर्शन और सार्वजनिक अभियान के बाद अलपुजा जिले के अरूर निर्वाचन क्षेत्र के इस द्वीप के लोगों को आखिरकार जश्न मनाने का मौका मिला। केरल के मुख्यमंत्री पिनराई विजयन ने शनिवार को वेम्बनाड झील पर बने 11 मीटर चौड़े और लगभग 1,200 मीटर लंबे पुल का उद्घाटन किया। लगभग 100 करोड़ रुपए की अनुमानित लागत से बना ये ढांचा सिर्फ एक सपना सच होने जैसा नहीं था। इसके पूरा होने पर अंजर समेत कई लोगों को यकीन नहीं हुआ। പാലം എന്ന് പറയുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും സ്വപ്നമായിരുന്നു. ഒരിക്കലും ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. പാലം വന്നു എന്ന് വിശ്വസിക്കാൻ പറ്റാത്തൊരു ഇതാണ്. കാര്യം ഇത്രയും കോടി രൂപ ഈ ഒരു ദ്വീപിലേക്ക് സർക്കാർ മുടക്കുക എന്നുള്ളത് തന്നെ അത് ഭയങ്കര സംഭവമായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ നാട്ടുകാരുടെ എല്ലാവരുടെയും ജീവിത രീതി തന്നെ മാറാൻ പോവുകയാണ്. അതിന് തർക്കമില്ല, മാറും. കാരണം ഇനി ടൂറിസം ആയിട്ട് വരുമ്പോൾ, ഈ ടൂറിസത്തിലേക്ക് വരുമ്പോൾ ആൾക്കാർ വെളിയിൽ നിന്നുള്ള ആൾക്കാർ ഇങ്ങ് വരും. നമ്മുടെ ഉപജീവന മാർഗത്തിൽ വ്യത്യാസം വരും. ആൾക്കാരുടെ ജീവിത രീതി തന്നെ മാറും. അതിന് എന്തായാലും നമ്മുടെ സർക്കാരിനോട് വളരെ കടപ്പെട്ടിരിക്കുന്നു.
जैसे जैसे विधानसभा चुनाव नजदीक आ रहे हैं, ये पुल इलाके के नेताओं को भी राजनीतिक फायदा उठाने का मौका दे रहा है। വീട്ടിലിരുന്നു കൊണ്ട് കുട്ടികൾ പ്രസവിക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. വീട്ടിൽ പ്രസവിച്ച വീണ കുട്ടികൾ ഇന്ന് പെരുമ്പുറത്ത് ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ അത്ഭുതം തന്നെയാണ്. അതിനുശേഷമാണ് പാലത്തെപ്പറ്റി ജനങ്ങൾ ചിന്തിക്കുന്നത്. പാലത്തിന് വേണ്ടി നിരവധിയായ സമരങ്ങൾ, ജനകീയ സമരങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സമരങ്ങളെല്ലാം നടന്നു. അതിനുശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലേറിയതിനു ശേഷമാണ് പാലം കിഫ്ബി എന്ന പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. मुख्य भूमि के लोग पेरुम्बलम के अपने दोस्तों के लिए बहुत खुश हैं, जिन्हें सालों तक नाव, बस और लंबी पैदल यात्रा करनी पड़ती थी। उन्हें पता है कि ये पुल द्वीप के लोगों की जिंदगी को बहुत आसान बना देगा। Today we are very happy to welcome our friends from Perimbalam Deep. They have lots of struggle that there's a lots of distance from here, and now their dream comes true that now they can easily travel to our school, and everyone is very happy now. There are a lot of students and parents who had been taking a lot of pressure and a lot of pain to bring their students from here to from the Dweep to the school, and during the monsoon usually the traveling is very difficult because of the rain. They might miss the boat or the ferry or whichever mode they are trying to communicate, and now the things have changed a lot, and today when we went to pick up the students from their homes, we could really see the ray of hope in their eyes. एक ऐसे समुदाय के लिए जो नावों पर जन्म और मौत की कहानियों के साथ जिया है, ये पुल सिर्फ कंक्रीट और स्टील का एक ढांचा नहीं है। पुल लोगों, समुदायों, परंपराओं और यहाँ तक की कहानियों को जोड़ने के लिए होते हैं। पेरुम्बलम के लोगों के लिए ये पुल वो सब कुछ है और उससे भी ज्यादा। ये उस पानी पर बना एक पुल है जो कभी उनके लिए परेशानी का सबब हुआ करता था। ये जीवन रक्षक है।